ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേയിൽ നിന്നാണ്. അതായത് RRB വഴി NTPC നോൺ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അതായത് മിനിമം +2 യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും +2 പാസ്സായി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. RRB വഴി NTPC നോൺ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഏതൊക്കെ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണെന്ന് നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക് തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 21/9/2024 മുതൽ 20/10/2024 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഇമ്പാർട്ടൻ്റ് അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു പോസ്റ്റിൽ ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് പോസ്റ്റിലേക്ക് സ്റ്റാർട്ടിംഗ് 21,700 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി. ഇനി അടുത്ത അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് 19,900 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി. ഇനി അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ആകെ 3,445 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ പോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് പോസ്റ്റിലേക്ക് 2022 വേക്കൻസി, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 361 വേക്കൻസി, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 990 വേക്കൻസി, ട്രെയിൻസ് ക്ലർക്ക് 72 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 3,445 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 33 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. സാധാരണഗതിയിൽ 30 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 3 വർഷം, അതായത് കോവിഡിൻ്റെ 3 വർഷത്തിലുള്ള ഏജ് റിലാക്സേഷൻ ഉള്ളതുകൊണ്ടാണ് 33 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. 1/1/2025 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് 18 വയസ്സും അതുപോലെ തന്നെ 33 വയസ്സും കണക്കാക്കപ്പെടുക. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. +2 ഏതൊരു സ്ട്രീമിൽ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. കൃത്യമായിട്ടുള്ള സബ്ജക്റ്റോ അല്ലെങ്കിൽ പെർസെൻറ്റേജോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. +2 ഏതൊരു സബ്ജക്റ്റിൽ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി RRBയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 20/10/2024 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഇമ്പാർട്ടൻ്റ് അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഇതിൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ 400 രൂപ റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിനും ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഈ ഒരു ഫീസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് തന്നെ റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. ഫീസ് അടച്ചാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ അത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.